രേണുസുതി വെളുപ്പിക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്. രേണു കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം കൂടുതലും ജനങ്ങൾ രേണുവിൻ്റെ ഒരേ റീൽസ് ആയിരുന്നാലും ആളുകൾ കാണാൻ ഒത്തിരി മടിച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു രംഗമാണ്. പിന്നെ രേണുവിനെ മൂട് താങ്ങി നടക്കുന്ന കുറച്ച് പേരുണ്ട്. രേണു നല്ലതാണ് ചെയ്യണത്, രേണു നല്ല കുട്ടിയാണ്, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് രംഗത്ത് വരുന്നു. അതുപോലെ രേണുവിൻ്റെ മൂട് താങ്ങി നിൽക്കുന്നവരും ബാക്കിയുള്ള വീഡിയോ ചെയ്യുന്നവരുടെ അവരെ വീഡിയോയിൽ തന്നെ പോയി കമന്റ് ഇടുന്നുണ്ട്. വിധവയാണ്, വിധവ ജീവിച്ചോട്ടെ എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. രേണു ജീവിച്ചോട്ടെ, ജീവിക്കണ്ട എന്ന് ആരും പറയുന്നില്ല. രേണുവിന് ഒത്തിരി റീച്ച് അങ്ങോട്ട് കുറയുമ്പോൾ രേണു വന്നിരുന്ന് പറയുന്ന വെറും വൃത്തികെട്ട വാക്കുകൾ രേണു പറയാറുണ്ട്. അത് അഴുക്ക രീതിക്ക് രേണു ജനങ്ങളിലേക്ക് കണ്ടന്റ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യണത്. വടേര വിഷയം തന്നെ അത് ഒരു മോശം രീതിക്ക് രേണു ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയും അത് രേണു ഇട്ടുകൊടുക്കുന്നതിന് ഒരു കാര്യമുണ്ട്, അതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യണം. പിന്നെ ആ റിയാക്ട് ചെയ്യുന്നവരുടെ വീഡിയോയുടെ അടിയിൽ തന്നെ നെഗറ്റീവ് കമൻറ്റുകൾ വരും. ഒരുപാട് പേര് രേണുവിൻ്റെ വീഡിയോ ഷോർട്സ് ആയിരുന്നാലും എന്തായിരുന്നാലും കയറി കാണും. അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കളിക്കണത്. ഇപ്പോൾ രേണുവിന് റീച്ച് കുറവാണ്. ഇപ്പോൾ അങ്ങനെ ഒരുവിധപ്പെട്ടവരാരും രേണുവിനെ ഇഷ്ടപ്പെടുന്നില്ല. എന്തോ രേണുവിൻ്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് പിന്നിലോട്ട് മാറി നിൽക്കുന്നതാണ് കാണുന്നത്. പണം മാത്രമാണ് രേണുവിൻ്റെ ഉദ്ദേശം. രേണുവിന് എന്ത് ചെയ്തിട്ടായിരുന്നാലും പണം സമ്പാദിക്കണം, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് രേണു വന്നിരിക്കുന്നത്. ഏതൊരു രീതിക്കായിരുന്നാലും, ഏത് വൃത്തികെട്ട രീതിക്കായിരുന്നാലും, എന്ത് തോന്നിവാസം കാണിച്ചിട്ടായിരുന്നാലും രേണുവിന് പണം ഉണ്ടാക്കണം. ഈ ഒരു ശ്രദ്ധ മാത്രമേ ഉള്ളൂ രേണുവിന്. യൂട്യൂബ് ഒരുപാട് പേര് കാണുന്നതാണ്. അപ്പോൾ ഇതിൽ കൊച്ചു കുട്ടികൾ കാണും, മുതിർന്നവർ കാണും, ആനമര്യാദയ്ക്ക് നടക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പം നിൻ്റെ ഈ വൃത്തികേടുകൾ കൊച്ചു കുട്ടികൾ വരെ കാണുന്നത് അത് ബാക്കിയുള്ളവർക്കൊരു അപമാനം. രേണുവിൻ്റെ അതേ ലെവലിൽ നിൽക്കുന്ന കുറച്ച് പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ കാണും. അതുകൊണ്ട് രേണു മനസ്സിലാക്കുക, ചെറിയ കുട്ടികളാണ് ഇത് കാണുന്നത്. സുധിച്ചേട്ടനെ രേണു ആരാധിക്കുന്നു. എൻ്റെ സുധിച്ചേട്ടൻ മരിച്ചു, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുധി മരിച്ചു. മരിച്ചതിന് ശേഷം രേണു കഷ്ടപ്പെടാൻ പാടുപെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണു നാടകത്തിലൊക്കെ അഭിനയിച്ചു. പിന്നെ രേണുവിൻ്റെ ലെവല് വേറൊരു രീതിക്കാണ് പോയത്. രേണു ആ നാടകത്തിൽ നിന്നാലും ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം ആയിരുന്നാലും അതുപോലെ ആൽബം ആയിരുന്നാലും എല്ലാം ജനങ്ങൾക്ക് കാണാൻ ആഗ്രഹമായിരുന്നു. പക്ഷേ രേണു പിന്നെ ഏത് രീതിക്ക് വേണമെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടാം എന്ന് വിചാരിച്ചുകൊണ്ട് രേണു മുന്നിട്ട് ഇറങ്ങക്കം തുടങ്ങി. അതുകൊണ്ട് ജനങ്ങൾ രേണുവിനെ വെറുത്തു തുടങ്ങി. ഇപ്പം രേണുവിന് ആരാധകർ കൊണ്ടങ്ങ് കുറഞ്ഞപ്പോൾ രേണു ഓരോരോ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് വരക്കം തുടങ്ങി. സുധിച്ചേട്ടൻ്റെ പേര് ഞാൻ എവിടെയും ഉച്ചരിക്കും, നിങ്ങൾക്കൊക്കെ എന്താണ് കുഴപ്പം? അത് പറയാൻ കാര്യമുണ്ട്. എൻ്റെ സൂചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് രേണു രംഗത്ത് വരികയും സുധി മരിച്ചിട്ട് തന്നെ 2-3 വർഷവും കണ്ടായി, 2 വർഷവും കണ്ട കഴിഞ്ഞു. എന്നിട്ട് തന്നെ രേണു വിടുന്നില്ല. എൻ്റെ എവിടെയും പറയുന്നത് എൻ്റെ സൂചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു വെറും പോക്കൃത്തരമായിട്ടുള്ള വീഡിയോകൾ രേണു ചെയ്യുന്നത്. അതുമല്ല, രേണുവിൻ്റെ വായിൽ നിന്ന് രേണു അഴുക്ക മോശമായ പ്രവൃത്തി ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കും. അത് എന്നിട്ട് അവർ അതിനെ റിയാക്ട് ചെയ്യും. പിന്നെ അതുപോലെ അതിൽ നെഗറ്റീവ് കമൻറ്റ് വരും. രേണുവിന് റീച്ചിന് വേണ്ടിയാണ് രേണു ഇത് കാണിച്ചു കൂട്ടുന്നത്. ഉയരങ്ങളിൽ എത്തണം എന്നൊരു ചിന്ത മാത്രമേ രേണുവിനുള്ളൂ. അതിൽ നിന്നും രേണുവിന് പണം സമ്പാദിക്കണം. അൽത്താഫ് വ്ളോഗെന്നും പറഞ്ഞ് ഒരു പയ്യനുണ്ട്. അപ്പോൾ ആ പയ്യനെതിരെയും ഇവൾ രംഗത്ത് വന്നിട്ടുണ്ട്. സുധിയെ പറഞ്ഞതുകൊണ്ട് ഇവളെപ്പോഴും സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ആളിനെ വെച്ചിട്ട്, ആ മരിച്ചുപോയി മണ്ണോട് ചേർന്നിട്ട് എത്രയോ വർഷമായി, ആ ആളിനെ വെച്ചിട്ട് വീണ്ടും രേണു കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് പ്രതികരിച്ചു. അപ്പോൾ എന്താ ആ പയ്യന്റെ വാക്കൊന്ന് കേൾക്കാം. സുധി എനിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, അവൾക്കുള്ള മറുപടിയാണോ? ഇപ്പൊ ഞാനൊരു വ്ളോഗ് ഉണ്ട്, അൽത്താഫ് വ്ളോഗ്. അയാളുടെ ആവശ്യം രേണുസുധി എന്നുള്ള പേര് മാറ്റാൻ. സൗകര്യമല്ല രേണുസുധി എന്നുള്ള പേര് മാറ്റാൻ. എടി വൃത്തികെട്ടവളെ, ഒരു കാര്യം പറയാം, നിനക്ക് നാണമുണ്ടോ? ഞാൻ പറഞ്ഞത് സുധിച്ചേട്ടന്റെ പേര് എന്തിനു വെക്കുന്നു നീ? അതായത് നിന്നെ കുറിച്ചിട്ട് ഞങ്ങൾ ഒരു മോശമായ ഒരു കാര്യവും പറയൂല.
നീ എന്നേക്കുമായിട്ട് സുധിച്ചേട്ടൻ്റെ പ്രൊഫൈൽ പിക്ക് മാറ്റണം, സുധി എന്നുള്ള പേര് മാറ്റണം. നീ വിവാഹം കഴിച്ചു, ശരി തന്നെയാണ്, പക്ഷെ അങ്ങേര് മരിച്ചിട്ട് 2 വർഷമായില്ലേ. ആ ആത്മാവിനെങ്കിലും വെറുതെ വിടടി. ഒരാൾ മരിച്ചാൽ വിടണടി. നീ എന്തിനാണ് വീണ്ടും വീണ്ടും എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് എന്ത് കോപ്രായം ചെയ്താലും അത് സുധിച്ചേട്ടന് വേണ്ടിയിട്ടും പറയുന്നത്? അതിന് ഞാൻ ഇനിയും ചോദ്യം ചെയ്യും. പോയി പണി നോക്കടി. ഇവൾക്കുള്ള ചുട്ട മറുപടി ഞാൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർ കണ്ടു നോക്കിയാൽ മതി, ബയോയിലുണ്ടാവും ലിങ്കൊക്കെ. ഇതാണ് അൽത്താഫ് പറഞ്ഞത്. ഇത് മരിച്ച് ഇത്രയും നാളായിട്ട്, ഇത്രയും വർഷമായിട്ട് രേണു വീണ്ടും അയാളെ വെച്ചിട്ട് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സുധീര വീട്ടിൽ അതായത് സുധീര കുടുംബക്കാർക്ക്, വീട്ടിലുള്ള അമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ അവർക്കൊക്കെ വിഷമം വരൂലേ? രേണു നിരന്തരം അയാളെ വെച്ചിട്ട് എവിടെ തിരിഞ്ഞാലും എൻ്റെ സൂചേട്ടൻ എന്ത് വൃത്തികേട് എന്ത് തോന്നിയാസവും കാണിച്ചിട്ട് രേണുവിന് ഇതേ ഉള്ളു പറയാൻ. ഇപ്പോൾ സർട്ടിഫിക്കറ്റൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രേണു എൻ്റെ സൂചേട്ടൻ കല്യാണം കഴിച്ചു, നിങ്ങളെല്ലാവരും കണ്ടോളി എന്ന് പറഞ്ഞുകൊണ്ട് രേണു സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. രേണുസുധിയാണ്. ഒരുപാട് എന്താ പറയുക വിവാദങ്ങളൊക്കെ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അതിനോടൊന്നും റിപ്ലൈ തരാനോ അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള മറുപടി പറയാനോ ഉള്ള സമയവും ഇല്ല എനിക്കിപ്പം. അതിനുള്ള അവസരത്തിനും അല്ല രേണുസുധി വന്നത്. കുറേ പേരുടെ എന്താ പറയുക പ്രശ്നം, രേണു മാത്രം മതി, സുധി മാറ്റുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് സുധിച്ചേട്ടൻ. ഓക്കെ, ഇതെൻ്റെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റാണ്. നോക്കൂ, അതായത് the 4th schedule C section 13 of the Special Marriage Act 1954 certificate of marriage. നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റ്. ഓക്കെ, സന്തോഷ് കുമാർ സാഹു, മാരേജ് ഓഫീസർ ഫോർ തെങ്ങണ, ഹിയർ ബൈ സർട്ടിഫിക്കറ്റ് ഓൺ ദ 17th day of May 28 സുധി ശിവദാസൻ ദാസ്, വലിയവള, വടക്കേതിൽ, മങ്ങാട് PO. അഡ്രസ് പ്രസൻസ് ഓഫ് 3 വിറ്റ്നസ് ഹു ഹാസ് സൈൻഡ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാരേജ് അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട് 1954 വാസ്. കണ്ടോ? ഓക്കെ, ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇത് ഞങ്ങളുടെ ഒറിജിനൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അതുപോലെ ബ്രൈഡ് സുധി ശിവദാസൻ ദാസ്, ബ്രൈഡ് ഇതാണ്ട് ബ്രൈഡ്. ഗ്രൂം രേണുസുധി എന്നല്ല, രേഷ്മ പി തങ്കച്ചൻ, എൻ്റെ ഒറിജിനൽ നെയിം. ഓക്കെ, എൻ്റെ ഒഫീഷ്യൽ നെയിം രേഷ്മ പി തങ്കച്ചൻ. അപ്പം ഇത് കാണിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ വിവാഹ സർട്ടിഫിക്കറ്റാണ് ഇത് ഞങ്ങളുടെ. മനസ്സിലായോ? അപ്പം എനിക്ക് എന്തുകൊണ്ടും അവകാശമുണ്ട് സുധിച്ചേട്ടൻ്റെ പേര് പറയാൻ. അല്ല എന്നാരും പറയണില്ല, സുധീരെ ഭാര്യ തന്നെയാണ്. വേറെ ഉള്ള ഇതുകൾ കാണിച്ചും കൊണ്ട് ഈ ഒരാളിൻ്റെ പേര് അവിടെ പറഞ്ഞുകൊണ്ടേ രേണുവിന് പണം സമ്പാദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ പയ്യൻ പറഞ്ഞിട്ടുള്ളത്, പ്രൊഫൈല് മാറ്റണ കാര്യം പറഞ്ഞിട്ടുണ്ട്. വീണ്ടും എവിടെയായാലും ചെന്നിട്ട് നീ ഓരോ കോപ്രായങ്ങളല്ലേ കാണിക്കണത്. പണം തികയണില്ല, നിനക്ക് ലക്ഷങ്ങൾ കിട്ടിയിട്ടും നിനക്ക് തികയണില്ല. രേണു എന്ത് തെമ്മാടിത്തരം കാണിച്ചും പണം ഉണ്ടാക്കും എന്ന് ഇപ്പോൾ രേണു തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു. മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങി, എല്ലാവരും സബ്സ്ക്രിപ്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രേണു രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതലും കൊച്ചു കുട്ടികളൊക്കെ ആയിരിക്കും ഇത് കാണാൻ, ഇതെന്തായിരിക്കും അതിൽ കാണിക്കണേന്ന് പറഞ്ഞുകൊണ്ട് കയറാൻ കൊച്ചു കുട്ടികളൊക്കെ ആയിരിക്കും. പിന്നെ പ്രായം കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ടൊക്കെ കഴിയണവരും കൂടെയൊക്കെ ആയിരിക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണത്. നിഷ പിന്നെ വേറെ ഏതോ ഒരു സ്ത്രീ, വെഞ്ഞാറമൂട് അങ്ങോട്ടൊക്കെ ഉള്ള ഒരു സ്ത്രീയൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ പാതിരാത്രിയിൽ ഇങ്ങനെയുള്ള ഒരു മോശം രീതിക്കുള്ള ലൈവ് നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അതാണ് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞാൽ. പണം കൊടുത്ത് കയറും, പണം കൊടുത്ത് ഇത് കാണാൻ വേണ്ടിയിട്ട് കയറുന്നവരുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഈ ലൈവിൽ കാണിക്കുന്നത്. പണം കുറഞ്ഞു. ഇപ്പം ജനങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. കുറച്ചൊന്ന് റീച്ച് കുറഞ്ഞപ്പോൾ രേണു കാണിക്കുന്നതാണ് ഈ മെമ്പർഷിപ്പ് ലൈവ്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത് അടുത്തൊന്ന് കാണാം.
അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം മക്കളുകളെ, നിങ്ങൾ സൂക്ഷിച്ചാൽ കൊള്ളാം. ഇങ്ങനെ കുറേ എണ്ണം കയറി പാതിരാത്രിയിൽ മെമ്പർഷിപ്പ് ലൈവ് എന്നും പറഞ്ഞ് 2 മണിക്ക് മാന്യമായ രീതിക്ക് ലൈവ് ചെയ്തോ. ഇത് പാതിരാത്രിയിൽ പണം കൊടുത്ത് ലൈവ് കാണണമെന്ന് വെച്ചാൽ വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക. കുട്ടികളെല്ലാം ഇങ്ങനെ കയറാൻ സാധ്യതയുണ്ട്. മെമ്പർഷിപ്പ് ലൈവ് എന്ന് കേൾക്കുമ്പോൾ കയറും. രേണുവിന് അങ്ങനെ കൂടെ കുറേ പണം കിട്ടും. അതിന് വേണ്ടിയിട്ട് പണമൊക്കെ ഇപ്പം ഇത്തിരി ഒന്ന് കുറഞ്ഞ്, ഇപ്പം ഇനാഗ്രേഷനൊക്കെ ഒന്ന് കുറഞ്ഞ്, ഇപ്പം ഈ ഇടയ്ക്ക് അമ്പലത്തിലോ അങ്ങനെ എങ്ങാണ്ടൊക്കെ ഉള്ളായിരുന്നു. ഇനി എവിടെയുണ്ട്? റാസൽ ഗൈമയിലുണ്ട്. അതും ബാർ ഉദ്ഘാടനമാണ്. 2 പ്രാവശ്യം പോയി ഉദ്ഘാടനം ചെയ്ത് എന്നിട്ട് പുള്ളിക്കാരി പറയണതുണ്ട്. അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. അപ്പം ഞാൻ വരുന്നു നിങ്ങളെ കാണാൻ. എവിടെയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ UAE റാസൽ ഖൈമയിലുള്ള SH ഹോട്ടലിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റിലേക്കാണ് വരുന്നത്. ഈ മാസം 21-ാം തീയതി ഗ്രാൻഡ് ഓപ്പണിംഗ് ചെമ്പരത്തിയുടേത്. അപ്പം ഞാനും ഉണ്ടാവും അവിടെ. അതുപോലെ തന്നെ ഈ ഓപ്പണിംഗിന്റെ അന്ന് ഫ്രീ ഡ്രിങ്ക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് ചേർസ് പറയാം. അതുപോലെ തന്നെ മനസ്സിലായില്ലേ? ചിയേഴ്സ്. അപ്പം നിങ്ങളെല്ലാവരും പോകണം രേണുവിൻ്റെ ബാർ ഉദ്ഘാടനത്തിന്. ഇപ്പം ചെല്ലണവർക്കെല്ലാം റാസൽ ഗൈമയിലാണ്, ചെമ്പരത്തിയാണ് ഉദ്ഘാടനം. അപ്പം നിങ്ങളെല്ലാവരും ചെല്ലണം. ബാർ ഉദ്ഘാടനമാണ്. ഒന്ന് സഹകരിക്കണം. അവിടെ പിന്നെ കഴിക്കാനൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ തരും കേട്ടോ. പൂസായി അവിടെ കിടക്കുമ്പോഴത്തേക്ക് വെള്ളം അടിച്ച് പൂസായി കഴിക്കാനുള്ള സാധനങ്ങളും കിട്ടും. നൈറ്റ്, അതായത് മ്യൂസിക് നൈറ്റില് എന്താ ചെമ്പരത്തി വിത്ത് മ്യൂസിക് നൈറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് അവിടെയുള്ള പ്രവാസികൾ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കുടിച്ചിട്ട് ആടാം. മ്യൂസിക്കൊക്കെ ഇട്ട് നല്ല ആട്ടവും ഡാൻസും ഒക്കെ കാണാം. നല്ല രസമാണ് അത് കാണാനായിട്ട്. പിന്നെ കഴിക്കാനുള്ള സാധനത്തിൻ്റെ പേരും ഇപ്പം പറയും. അപ്പം ഇങ്ങനെയൊക്കെ ആടെയൊക്കെ ചെയ്യാം. പ്രവാസികളുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ എന്നെ വന്ന് കാണുക, നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ അടിപൊളി ഫുഡ് കഴിക്കാം, ഡാൻസ് ചെയ്യാം, പാട്ട് പാടാം. മാനിറച്ചി, സ്പെഷ്യലായിട്ട് മാനിറച്ചിയൊക്കെ ഉണ്ട്. മാനിറച്ചിയൊക്കെ ഉണ്ട്. വെള്ളം അടിച്ചും കൊണ്ടേ നല്ല മാനിറച്ചിയൊക്കെ കഴിച്ചും കൊണ്ട് ആടാം. കഷ്ടം ആണ് കേട്ടോ. നമുക്ക് അവിടെ വന്ന് അതൊക്കെ ഒരുമിച്ച് കഴിക്കണ്ടേ. അതുപോലെ അടിപൊളി ഷെഫാണ്, നമുക്ക് വേണ്ടി ഫുഡ് തയ്യാറാക്കാനുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. അച്ഛോ, നിന്റെ കാര്യം പറയാതിരിക്കണേണ് നല്ലത്. എല്ലാവരും റാസൽ ഗൈമയിലോട്ട് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രേണുവിൻ്റെ കൂടെ മദ്യമൊക്കെ കഴിച്ച് നല്ല ഡാൻസൊക്കെ കളിച്ച് മാനിറച്ചിയൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് അടിച്ച് പൊളിക്കാം. എല്ലാവരും ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ അവിടെ ഗൾഫ് രാജ്യത്ത് കിടക്കണവരെയും കൂടെ ക്ഷണിക്കുകയാണല്ലോ. ഞാൻ അവിടെ വരെയാണ്, രേണു അവിടെ വരെയാണ്, അപ്പോൾ അവിടെ വരണം, നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എവിടം കൊണ്ട് അവസാനിക്കുമോ എന്തോ. കൊച്ചു പിള്ളേരെയൊക്കെ പാടിക്കളയാനായിട്ടാണ് ഇതിൽ കയറി കിടന്ന ഓരോ കോലങ്ങൾ കാണിക്കണേ. എന്തോ ആവട്ടെ, നമുക്കതിലൊന്നും കാര്യമില്ല. എങ്കിൽ ആളുകൾ പറയും അയ്യോ ജീവിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എന്താ ഇനിയിപ്പോൾ അടുത്തൊരു രംഗം കണ്ടോളണം. രേണു നടുവിരൽ നമസ്കാരം പറയുന്നുണ്ട്. എത്ര വിവരം ഉണ്ടെന്ന് ഓർമ്മിച്ചോളണം. അവൾക്ക് അവിടെ റീച്ച് വേണം. ഇവള് ഈ നടുവിരലാണ് അവൾ കാണിക്കണത്. എന്നിട്ട് പറയണം അവൾ റിങ്ങിന് കാണിച്ചാണ്. ഇനിയിപ്പം ബ്ലോഗർമാർ പറയും ഓ നടുവിരൽ കാണിച്ച് എന്ന് പറഞ്ഞ് അവളെ എടുത്തിട്ട് അലക്കും. എടി നിനക്ക് അതിന് നീ റീച്ചിന് വേണ്ടിയാണ് നീ അവിടെ കാണിച്ചത്. നിനക്ക് ഇത് ജനങ്ങളിൽ എത്തിക്കണം. ഞാൻ നടുവിരൽ കാണിക്കുന്നു, വൃത്തികെട്ട രീതിക്ക് കാണിക്കുന്നു. അപ്പം അതെടുത്ത് വെച്ച് പറയും അതിന് വേണ്ടിയിട്ടാണ് നീ കാണിച്ചത്. ഇത് ഡാൻസ് അല്ല കേട്ടാ. ഇതെന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. രേണുവിന് എന്നെ അറിഞ്ഞൂടാ. എവിടെ ഉത്സവപ്പറമ്പിലാങ്ങാണ്ട കയറി കിടന്ന് കാണിക്കുന്നതാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാ. ആ കണക്കിനാണ് കാണിച്ചു കൂട്ടണത്. ആഹാ, ഇത് ലഹരി മൂത്തതാണെന്ന് തോന്നുന്നു. കണ്ടാൽ ലഹരി അടിച്ചിട്ട് അവിടെയും കണ്ട വീണെന്ന് തോന്നുന്നു ഉച്ചിയും കുത്തി. രേണുവിന് ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും രേണു പറയണ രേണുവിന് പണം തികയണില്ല. അതുകൊണ്ടാണ് ഇപ്പം രേണു മെമ്പർഷിപ്പ് ലൈവും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കയറി മെമ്പർഷിപ്പ് ലൈവ് കാണണം, പണം കൊടുത്ത് ലൈവ് കാണണം എന്നൊക്കെ പറഞ്ഞും കൊണ്ട് വന്നിട്ടുണ്ട്. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി. ആ സുധീര വീട്ടുകാരെ അവസ്ഥയാണ്, ആ അമ്മേരെയൊക്കെ അവസ്ഥയാണ് ഓർമ്മിക്കണത്. അവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ളതാണ്.